ഹലോ സത്യവാൻ. നമസ്കാരം മാന്യനായ ചാക്കോ അവർകളെ. ഈ സംഭാഷണം പറഞ്ഞ് താങ്കൾ എന്നെ അവഹേളിച്ചതാണ്. ഏയ്, സത്യത്തിന്റെ മുഖത്ത് നോക്കി കളിയാക്കുകയോ? ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുക, തങ്കപ്പനെ പോലുള്ള ഒരാൾ സത്യത്തിനു വേണ്ടി ശബ്ദമെടുത്തിറങ്ങിയത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് തോന്നി. എങ്കിലകത്തേക്ക് ആഗതനാകും. നിനക്കൊരു സ്വീകരണവും അനുമോദന പ്രവാഹവും തരാനാണ് ഞങ്ങളുടെ പ്ലാൻ, അല്ലേ സാറേ? തങ്കപ്പൻ അറിയാവോ, വ്യക്തമായ ചില ആശയങ്ങളും ആദർശങ്ങളും നടപ്പിലാക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ കോളനിയിൽ കാലുകുത്തിയത്. എനിക്കത് തങ്കപ്പനിലൂടെ നടത്തിയെടുക്കണം. എന്തു പറയുന്നു എന്റെ ഈ ആശയത്തെ കുറിച്ച്? മാന്യനായ ചാക്കോ സാറേ, ഉള്ളത് പറയാമല്ലോ. ഇതൊക്കെ വെറും സുഖിപ്പിക്കുന്ന സംഗതികളാണ്. തങ്കപ്പ, സ്വീകരണത്തിന്റെ കാര്യം ചാക്കോ സാർ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ്. എവിടെ ഇപ്പോഴത്തെ ഈ സ്വീകരണം? അതൊക്കെ വെറുതെ ഒരുതരം തട്ടിപ്പല്ലേ. സ്വീകരണത്തിന്റെ പേരും പറഞ്ഞ് നാട് നീളെ പണം പിരിച്ച് പുട്ടടിക്കലല്ലേ നിന്റെയും ആ രവിചന്ദ്രൻ നേതാവിന്റെയും. സത്യം വിളിച്ചു പറഞ്ഞാൽ അതാണ് പ്രശ്നം. വൃത്തികേട്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ മാന്യനായ ചാക്കോ സാറേ? സത്യമൊക്കെ തന്നെ. പക്ഷെ ഈ ആഘോഷ കമ്മിറ്റിയുടെ തലപ്പത്ത് ഞാനാ. ഭയങ്കര സ്ട്രിക്റ്റാ. പുട്ടടിയൊന്നും അവിടെ നടക്കില്ല. ആരും ഒഴിഞ്ഞു. മാന്യനായ ചാക്കോ അവറുകളുടെ സംഘടനാ പാടവത്തെക്കുറിച്ചും സാമർത്ഥ്യത്തെക്കുറിച്ചും ആരെങ്കിലും രണ്ട് സോപ്പ് വർത്തമാനങ്ങൾ പറഞ്ഞാൽ മാന്യനായ താങ്കളും വീഴും. എന്തു വിട്ടുവീഴ്ചക്കും തയ്യാറാകും. ഏയ്, ഞാനങ്ങനെ മുഖസ്തുതിയിലൊന്നും വീഴുന്ന ആളല്ല തങ്കപ്പ. തങ്കപ്പൻ എന്നെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. എന്നാൽ സത്യം അതല്ല. മാന്യനായ താങ്കളും അന്നമ്മ ചേടത്തിയും മുഖസ്തുതിയുടെ ആൾക്കാരാണ്. അന്നമ്മ ചേടത്തിക്കാണെങ്കിൽ പൊങ്ങച്ചത്തിനൊരു കുറവുമില്ല. നീ പോടി. അല്ല, നീ പോടി. സത്യങ്ങൾ, പച്ചയായ സത്യങ്ങൾ. തങ്കപ്പ, ഇയാളിങ്ങനെ പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയ ഇരുന്ന് പഴുത്തു പോവും. നീ പറയട്ടെ, ഇതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരാണ് എനിക്കിഷ്ടം. അതല്ല ചാക്കോ സാറേ, സാർ ഒരു സ്വീകരണത്തിന്റെ കാര്യം പറഞ്ഞു. യവൻ വലിയ ഹരിചന്ദ്രൻ കളിക്കേണ്ട കാര്യം എന്തുവാ? നാക്കെടുത്താൽ നാഴികയ്ക്ക് 40 തൊട്ട കള്ളം വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവനാണ് ഇവൻ. പെട്ടെന്നൊരു ഹരിചന്ദ്രൻ വന്നിരിക്കുന്നത്. സാറ് വന്നേ പോവാ. അല്ല പിന്നെ ഏതായാലും തങ്കപ്പന്റെ സത്യസന്ധത ഈ കോളനിയിലുള്ള എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. പാഠമാകും. സത്യത്തിന്റെ ചാട്ടുളിയുമായി ഞാനിതാ ഈ കോടതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വരട്ടെ മിസ്റ്റർ ചാട്ടുളി തങ്കപ്പൻ. അത് തന്നെ. ബൈ. വീട് അടുത്ത് തന്നെ സഹോദര. പൊന്നമ്മേ, കുടിക്കുവാൻ കുറച്ച് സംഭാരം എടുത്തു വെക്കൂ. ദാഹം ശമിപ്പിക്കട്ടെ. എന്നിട്ട് ഓടിക്കരുത്. എടാ നിക്കാൻ, എന്നെ കാലുവല്ല സുഖത്തിലാച്ച നിക്കാൻ. നിക്കടെവിടെ? എടാ മര്യാദക്ക് നിക്കാനാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. അയ്യോ, തോക്കെടുത്തില്ല. എടാ നിക്കാൻ. കുട്ടിത്താറാവ് ഓടണമാരെ ഓടാട്ടൊന്ന് വേമ്പാ. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കാണുന്ന പോലെയല്ല, അയാൾ നല്ലൊരു ഓട്ടക്കാരനാ. പെട്ടെന്ന് കളഞ്ഞല്ലോ കങ്കാരു. ഏത് വഴി പോയി? അതാ ഞാനും ആലോചിക്കണത്. ഏത് വഴിയാ പോയത്? ചേച്ചി, എന്താ വിലാസിനെ? ഓ സാറിനെ അല്ല, നമുക്ക് ദേ ആ വഴി പോ. സാർ ഈ വഴി പോട്ടെ. ഞാൻ ഒറ്റയ്ക്കാ, എനിക്ക് പേടിയാവും വിലാസിനി. ഡിപ്പാർട്ട്മെന്റിൽ പുലിയാണ് ഞാൻ, പുലി. പുലിയല്ല, എലിയാ. പേടിയാണെങ്കിലേ തിരിച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. അയ്യടി മനമേ, തളിച്ച് പോലീസേ. എനിക്ക് അയാളെ കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ. 24 മണിക്കൂറിനുള്ളിൽ അയാളെ കസ്റ്റഡിയിൽ എടുക്കാന്ന് DSP ചേട്ടന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തതാ. ഏതായാലും ഞങ്ങളൊന്ന് ഓടിയേച്ച് വരാം. സാർ ജീപ്പ് എടുത്തോ. ഒറ്റയടി എന്നിട്ടല്ല എന്നെ കളിയാക്കണ. രവിചന്ദ്രൻ ജീപ്പിലാണ് പോയത്, അയാൾ ഓടിയല്ലേ പോയത്. ഞാൻ ജീപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ജീപ്പിലും മുമ്പിലും അയാൾ പുറകിലും ആയി പോവില്ലേ? പിന്നെ എങ്ങനെ പിടിക്കണത്? ആ പറഞ്ഞത് കേട്ടല്ല. അപ്പൊ നിങ്ങൾ ആ വഴി പോ. ആ പിന്നെ വിലാസിനി, എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് എന്നെ വിളിക്കണം. മൈ ഫോൺ നമ്പർ ഈസ് 100 100. എന്നാലും കശ്മലർ എവിടെ പോയിട്ടുണ്ടാവും? ഒരൊറ്റടി എന്നല്ലേ ഇപ്പൊ കൊന്നാനല്ലോട് തന്നെ. ബാലപ്പ,
എടാ ഇത് ഞാനാടാ. പിന്നെ എന്റെ പുറകെ ആ രാജേഷ് ഖന്നയുണ്ട്. ആ ഞാൻ ഒരു വിധത്തിൽ അയാളുടെ കണ്ണു വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടത്. ആശാനെ എന്ത് വന്നാലും പിടി കൊടുക്കരുത്. കുറച്ചു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കി കേട്ടാ. ശരി ശരി. എന്താ? ഒന്നുമില്ല. AKCPയുടെ CKPTയുടെ അണികൾ തമ്മിൽ ഇന്നലെ ചെറുതായിട്ടൊന്ന് കൊമ്പ് കോർത്തു. പറഞ്ഞ ഇപ്പൊ CKPTക്ക് ആണല്ലോ. രവിചന്ദ്രൻ ആശാനെ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡിൽ വെക്കാനാണ് ഓർഡർ. റിമാൻഡിലോ? എന്നാ പിന്നെ അയാളെ ജീവനോടെ കാണാൻ പറ്റിയെന്ന് വരില്ല. അറിയാം, ഞാൻ കുറച്ചു ദിവസം മാറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ SI ആളൊരു പ്രത്യേക ടൈപ്പാ. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം. അല്ല അതുകൊണ്ട് കാര്യമില്ല. അയാളൊരു അക്കച്ചിയാന്ന്, അക്കച്ചി. അയ്യോ ദേ അയാള്. എടോ ഇങ്ങട് വാ. ആൻസർ. വെടിവെക്ക് ഞാൻ കയ്യിൽ തോക്കില്ല തന്നി. എടോ ഇങ്ങട് വാടോ. തന്നെ പിടിച്ചു കൊടുക്കാതെ ഞാൻ SP ചേട്ടന് വാക്ക് കൊടുത്തിട്ടുണ്ടോ. എടോ ഓടരുത്, നിൽക്കാനവിടെ. എടോ താൻ വല്ല കായലിലെ പുഴയിൽ ചാടിയിട്ട് ജോലി പോടോ. നിക്കടോ. നോക്കി കഥ വണ്ടി എടുക്കടാ. എടോ നിക്ക്, ഞാൻ ഒരു കാര്യമായിട്ട് തന്നെ ഒന്നും ചെയ്യില്ല. എടോ നിക്കടോ. എടോ അവിടെ പുഴയുണ്ട്, താൻ അവിടെ അമ്മേ. എടോ നിക്കടോ അവിടെ. കൈ കൊല്ലി ഞാൻ നിന്നോട് നിക്കാൻ. ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾ ചെയ്ത സേവനം എന്റേതു കൂടിയാണ്. നിങ്ങൾക്കായി ഞാൻ രാപ്പകൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. അതും സേവനമാണ്. നിങ്ങൾ കണ്ടവരെയെല്ലാം സേവിക്കൂ. ആ സേവനമാണ് നമ്മുടെ വിജയം. ഈശ്വര, നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഉപകാരം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക, അതാണ് ഏറ്റവും വലിയ സേവനം. ആ സേവനമാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം. ആ രീതിയിൽ പോ. എന്താണ് നേതാവ് അവർകളെ? തങ്കപ്പ, ഞാൻ എല്ലാം പറയാം. ആ രാജേഷ് ഖന്ന എന്റെ പുറകിലുണ്ട്. അപ്പോൾ നിയമപാലകനുമായി ഒളിച്ചുകളിയിൽ ഏർപ്പെട്ടിരിക്കുവാണല്ലേ? എന്താ നേതാവേ പ്രശ്നം? അതെ തങ്കപ്പ, തൽക്കാലം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഒളിക്കണം. ഇപ്പോ ആ രാജേഷ് ഖന്നയുടെ കയ്യിലകപ്പെട്ട പ്രശ്നമാകും. സഹായം ചോദിച്ചു വരുന്നവരെ ഒരിക്കലും നിരാശപ്പെടുത്താൻ പാടില്ല. തൽക്കാലം ഞങ്ങൾ സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്ന ആ സംഭരണശാലയിൽ പോയി ഒളിച്ചോളൂ. അവിടെ വല്ല കുട്ടകമോ വാർപ്പോ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ കയറിയിരുന്നോളൂ. പൊന്നമ്മ സംഭരണശാല കാണിച്ചു കൊടുക്കും. സ്റ്റോർ റൂമല്ലേ? അതെനിക്കറിയാം. ഒളിച്ചിരിക്കുമല്ലേ? ഇത് വായിച്ചുകൊണ്ടിരുന്നോളൂ. എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഇത് മഹാത്മാഗാന്ധിയുടെ അത് മഹാത്മാഗാന്ധിയുടെ കയ്യിലിരിക്കുമ്പോൾ ഇതിപ്പോൾ എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് എന്റെ സത്യാന്വേഷണ കഥകൾ. ഇരിക്കട്ടെ, സമയം പോവും, വിവരവും പോവും. ആണോ? ഇത് തങ്കപ്പൻ മൊത്തം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടും വിവരം വെച്ചിട്ടില്ലല്ലോ. പൊന്നമ്മ പോയി ചെടിയെ പരിലാളിക്കും. നമുക്ക് ഒരുമിച്ച് പരിലാളിക്കാം. ചെടിയെ പരിലാളിക്കുന്നതും ഒരു സേവനമാണ്. ചെടിയെ നോവിക്കരുത്. പതുക്കെ പതുക്കെ സേവിക്കും. നമ്മുടെ നിയമപാലകനും നിയമവാഹനവുമല്ലേ ആ പോയത്? ഹലോ ചേട്ടാ, നമ്മുടെ രവിചന്ദ്രൻ നേതാവ് ഇതുവഴി ഓടിപ്പോകുന്നാണ്ടാ. ആര്? രവിചന്ദ്രൻ നേതാവ് കൊറേ നേരം എന്നിട്ട് ഈ വഴി ഓടിക്കുന്നത്. ഞാൻ വെടി വെച്ചിടാൻ നോക്കിയതാ, തോക്കുണ്ടായില്ല. അഹിംസയരുത്. ഇല്ല, ഇതുവഴി ആരും ഓടിപ്പോകുന്ന ഞങ്ങൾ കണ്ടില്ല. അസത്യം പറയരുത് പ്രിയതമേ. നിയമപാലക, ഞാൻ സത്യം പറയും. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ആ രവിചന്ദ്രൻ നേതാവ് ഓടിപ്പോകുന്നു. എന്നോട് ചോദിച്ചു ഈ വീട്ടിൽ കയറി ഒളിച്ചോട്ടെന്ന്. നല്ലൊരു കാര്യമല്ലെന്ന് കരുതി ഞാൻ പറഞ്ഞു ഒളിച്ചോളാം. ഞങ്ങൾ സാധന സാമഗ്രികൾ വെച്ചിരിക്കുന്ന ഇടത്തിൽ അദ്ദേഹം ഭദ്രമായി ഒളിച്ചിരിപ്പുണ്ട്. പോയി തൂക്കിയെടുത്ത് നിയമപാലനം നടത്തൂ നിയമപാലക. താങ്ക്സ്. ഏട്ടനെ പോലുള്ളവരാണ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യം. ഇൻഫർമേഷൻ തന്നതിന് താങ്ക്സ്. എന്നിട്ട് ദൈവത്തോട് നുണച്ചി ഞാൻ മിണ്ടില്ല. കഷ്ടമുണ്ട് കേട്ടോ. തങ്കപ്പെട്ടിനെ വിശ്വസിച്ചല്ലേ ആ നേതാവ് ഇങ്ങോട്ട് കയറി വന്നത്. അസത്യം പറയരുത് കുട്ടി. എനിക്ക് കളവ് പറയാൻ അറിയില്ല. സത്യം മാത്രം പറഞ്ഞോണ്ട് നിങ്ങൾ ഇവിടെ നിന്നോ.
സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ ജയതേ കാക്ക കാഷ്ടിച്ചു സത്യമില്ലാത്ത കാക്ക ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലണം. രവിചന്ദ്ര ഇറങ്ങി വരാൻ. നീ എന്നൊരു പുലിയാക്കി മാറ്റരുത്. മര്യാദക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഇറങ്ങി വരാൻ. അയ്യോ ഇവിടെ ഇല്ല. തങ്കോട്ട് കള്ളം പറഞ്ഞതാ, ഇവിടെ ഇല്ല. നീയാ കള്ളം പറഞ്ഞ, നീയാ കള്ളി. മര്യാദക്ക ഞാൻ പറഞ്ഞ ഇറങ്ങി വരാൻ. എന്താണ് നിയമപാലക കുടത്തിനോട് സംസാരിക്കുന്നത്? കുന്തം പോയാലും കുടത്തിൽ തപ്പണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തുണ്ടെങ്കിൽ ശ്വാസം പൊട്ടിച്ചാകട്ടെ. അതിന് കുന്തമല്ലല്ലോ പോയിരിക്കുന്നത്, രവിചന്ദ്രൻ നേതാവല്ലേ. അദ്ദേഹം ആ സംഭരണശാലയിൽ ഒളിച്ചിരിപ്പുണ്ട്. അവിടെ പോയി കയ്യാമം വെച്ച് നിയമം നടപ്പിലാക്കൂ നിയമപാലക. എവിടെയാണ് ഈ സംഭരണശാല? കാണിച്ചു തരാം. ആ, നീ വരണ്ട, നീ കള്ളിയാ. ഇതാണ് ഞാൻ സാധന സാമഗ്രികൾ സൂക്ഷിച്ചു വെക്കുന്ന സംഭരണശാല. തുറന്നു കയ്യാമം വെച്ച് കൊണ്ടുപോയിക്കോ. അടുക്കരുത്, അടുക്കരുത്, അടുക്കരുതെന്നാണ് പറഞ്ഞത്. ഗ്യാസ് ഉണ്ട്, ഗ്യാസ് ബോംബ് വെച്ചിരിക്കണ. ഗ്യാസ് ബോംബുണ്ട്. ഗ്യാസ് ഉണ്ട്. പോ, മര്യാദക്കാണ് ഞാൻ. ശ്ശോ. പോടാ, പോടാ. അമ്മേ എറിയരുത്. ഗ്യാസ് ബോംബ് എറിയരുത്. എറിയരുത്. എറിയും. ഇനി വിലാസിനെ വിളിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. എന്തു പറ്റി? ഹലോ, 139 വിലാസിനി, എത്രയും പെട്ടെന്ന് തങ്കപ്പന്റെ വീട് വരെ വരണം. ആ, ഇവിടെ ഗ്യാസ് ബോംബ് വെച്ചിട്ട് ഒരാളിരിപ്പുണ്ട്. എനിക്ക് പേടിയാണെന്ന്. ഞാൻ പുലിയാണെന്നുള്ള വിവരം അവൻ അറിയില്ല. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്റെ വീട്ടിലെ സംഭരണശാലയിൽ സ്ഫോടക വസ്തുക്കൾ. നിയമപാലക സമാധാനിക്കൂ. ഗ്യാസ് ബോംബ് പൊട്ടി ഈ വീട് പൊട്ടിത്തകരട്ടെ, കൂട്ടത്തിൽ നിങ്ങളും ചാകട്ടെ. പക്ഷേ എനിക്ക് സത്യം ജയിക്കണം. പോയി പിടിക്കൂ. അമ്മേ, പൊട്ടി. ഒറ്റയടിയാ തന്നിട്ടില്ല. സല്യൂട്ട് ചെയ്യാൻ സമയം. ആ, എവിടെയാണ് സാർ? അകത്തിരിപ്പുണ്ട്. ഗ്യാസ് ബോംബുമായിട്ട് ഒരുത്തൻ അകത്തിരിക്കുകയാണ്. എന്റെ ബലമായ സംശയം തമിഴ് പുലിയുടെ ചാരനാണോ എന്നാണ്. ചെല്ലി സൂക്ഷിക്കണം വിലാസിനി, സൂക്ഷിക്കണം. ധൈര്യമായിട്ട് ചെല്ല്. ഞാനിവിടെ ഇരിപ്പില്ലേ. അമ്മേ, അടുക്കരുത്, അടുക്കരുത്. നീയാണോ ഗ്യാസ് ബോംബ് വെച്ചിരിക്കുന്നത്? അതെ, ഞാൻ- കളി വിലാസിനിയോടോ? എനിക്കടാ അങ്ങോട്ട് നടക്കടാ. ഗ്യാസ് ബോംബ് വെച്ച് അകത്ത് മനുഷ്യനെ പേടിപ്പിക്കാൻ നോക്കരുതല്ലടാ നീ. ഒറ്റ എന്റെ പൊന്നു സാറേ, ഞാൻ ഗ്യാസ് ബോംബൊന്നും വെച്ചിട്ടില്ല. എനിക്ക് ഗ്യാസിന്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു പോയതാ. വിലാസിനി, ഇയാളെ സ്റ്റേഷനിലേക്ക് ഉണ്ടാ. ഗ്യാസ് ഉണ്ട്, അതുകൊണ്ടൊന്നും ചെയ്യണ്ടട്ടാ. എന്ത് വേണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നടക്കടാ. വിലാസിനി, ഇയാളെ തല്ലാൻ ഞാൻ പറഞ്ഞ. എനിക്ക് പേടിയുണ്ട്. സ്റ്റേഷൻ വരെ കൊണ്ട് തരാനല്ലേ പറഞ്ഞോളൂ. എന്തിന് തടസ്സപ്പെടുത്തുന്നു നിയമപാലക? കുറ്റവാളികളെ ഇങ്ങനെ തന്നെ ശിക്ഷിക്കണം. എന്നാലേ ഈ നാട്ടിലുള്ളവരുടെ മനസ്സിൽ സത്യം നിലനിൽക്കൂ. എടോ, ഈ നാട്ടിൽ എല്ലാവരും മനസ്സിൽ സത്യം നിലനിൽക്കുന്നുണ്ട്. സത്യം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വിലാസിനി, യെസ് സർ. നിന്നല്ലെന്ന്. വിലാസിനി, ഞാൻ നാളെ പുറംകടലിലേക്ക് പോവുകയാണ് ചൂണ്ടയിടാൻ. തിരിച്ചു വരുമ്പോൾ നിനക്ക് വലിയൊരു മീൻ കൊണ്ടു തരും. ഒരു നത്തോലി. എങ്ങനെയുണ്ട്? ഞാൻ സത്യം മാത്രമേ പറയൂ, ഒട്ടും ശരിയായില്ല. തകപ്പ, ഓ. പ്രതിയെ പിടികൂടാൻ സഹായിച്ചേനെ ഡിപ്പാർട്ട്മെന്റ് വക ഒരു ഉപഹാരം നിങ്ങൾക്ക് തരുന്നുണ്ട്. വേണ്ട, ഇതെന്റെ ഒരു കർത്തവ്യമായിട്ട് കരുതിക്കോളൂ. AKCPയുടെ പ്രസിഡന്റിനെ ഇങ്ങനെ അപമാനകരമായ രീതിയിൽ അറസ്റ്റ് ചെയ്തതിന് നിങ്ങളൊക്കെ സമാധാനം പറയേണ്ടി വരും. എടോ, ഇതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാട്ടാ. തങ്കപ്പ, നിന്നിൽ നിന്നും ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. നോക്ക, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. സത്യത്തിനു വേണ്ടിയുള്ളതാണ് ഇനിയുള്ള എന്റെ ജീവിതം. അതെ. തീരെ പ്രതീക്ഷിക്കാത്തത് പലതും ഇനിയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. എടോ, നടക്കങ്ങോട്ട്. വിലാസിനി, അങ്ങോട്ട് നടക്കടാ. ഓക്കെ, താങ്ക് യു. സത്യമേവ ജയതേ. എന്തോന്ന്? സത്യമേവ ജയതേ. മിണ്ടരുത്. യുവാവിന്റെ സത്യസന്ധത കാരണം രാഷ്ട്രീയക്കാരൻ കുടുങ്ങി. യുവാവേ. അത് ശരി. അതിനിടയ്ക്ക് സായാഹ്ന പത്രത്തിന്റെ വാർത്ത വന്നു. ഓ,
എന്റെ ആശാനെ പോലീസിന് ചൂണ്ടിക്കൊടുത്ത ആ സത്യസന്ധന എന്റെ കൈ കിട്ടിയാ ഉണ്ടല്ലേ. വേണ്ട, അയ്യോ. തൽക്കാലം പ്രതികരിക്കണ്ട. താൻ നോക്കിക്കൂ, ഇത് അവന് തന്നെ വിനയായിട്ട് വരും. അല്ല അതൊക്കെ, പക്ഷേ യവനൊരു സ്വീകരണം നമ്മൾ കൊടുക്കണോ? കൊടുക്കണം. ഈ കോളനിയുടെ അംഗീകൃത സത്യസന്ധനായി കഴിഞ്ഞാൽ ആ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും അവൻ തന്നെയായിരിക്കും. അല്ല അതാണ് അവൻ എത്ര കാലം ഈ സത്യസന്ധതയും കൊണ്ട് നടക്കുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. പിന്നെ അല്ലാതെ ഇവിടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജില് ധർമ്മപുത്രർക്ക് വരെ കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട്. പിന്നാടി തങ്കപ്പൻ. ആ, വായിക്ക്. നിരപരാധിയെ പോലീസുകാർ വളഞ്ഞിട്ട് തല്ലി. ദൈവമേ, ഈ അടി കിട്ടുന്ന മുഴുവൻ നിരപരാധികൾക്കാണല്ലേ. സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യവാൻ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ തങ്കപ്പ, തങ്കപ്പ, സത്യമേവ ജയതേ ഒന്ന് നിന്നേ. സത്യവാൻ സത്യവാൻ സത്യവാൻ. എന്താണ് മാന്യനായ ചാക്കോ അവർകളെ? താൻ ഇന്നലെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ആ രവിചന്ദ്രനെ നിയമപാലകനെ കൊണ്ട് പിടിപ്പിച്ചതാണോ? അതെ, നിങ്ങൾ കൂട്ടുകാരെ പോലെ സഹകരിച്ചു കഴിഞ്ഞവരല്ലേ? പക്ഷെ അയാൾ കാണിച്ചത് നിയമലംഘനമാണ്. അതെ, സമ്മതിച്ചു, നിയമലംഘനമാണ്. എങ്കിലും അയാൾ രാജ്യദ്രോഹ കുറ്റമൊന്നും ചെയ്തിട്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ അഭയം തേടി വന്നത്. അതല്ല, പക്ഷേ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് കുറ്റം ചെയ്യുന്നതിനേക്കാൾ ഭീകര കൃത്യമല്ലേ ചാക്കോ അവർകളെ? അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്, നമ്മളല്ലല്ലോ. ആദർശവാനായ താങ്കൾ ഇങ്ങനെ വിധ്വംസക പ്രവർത്തനങ്ങളെ അനുകൂലിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. സത്യം, ധർമ്മം എല്ലാം ഈ കോളനിയിൽ നിന്ന് കുടിയിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്തു വില കൊടുത്തും ഞാൻ സത്യത്തെ സംരക്ഷിക്കും. സത്യമേവ ജയതേ സത്യമേവ. ഇങ്ങനെ സത്യം കയറി തലക്ക് പിടിച്ചാൽ അവസാനം പ്രാർത്ഥന തന്നെ. നമുക്ക് ആദ്യം വ്യക്തിഗത പിരിവ് നടത്താം. അതിനുശേഷം നമുക്ക് വീട് വീടാന്തരം കയറി പിരിക്കാം. എന്തായാലും ഫണ്ട് വരണം. അത് വരുമല്ലോ. ആ, അല്ല, ആങ്ങളെ പെങ്ങളും കൂടെ എവിടെ നിന്നുള്ള വരവാ? മ്യൂസിക്കിനൊരു ട്യൂഷൻ സാറിനെ ഏർപ്പാടാക്കി. ചാക്കോ സാർ ഇവിടെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. നമ്മുടെ ഓണാഘോഷ പരിപാടിക്ക് പാടുന്നുണ്ടല്ലോ, അപ്പൊ കേക്കാം. അതുപോരാ സ്നേഹേ, അങ്കിൾമാർക്കൊരു പാട്ട് പാടി കേൾപ്പിച്ചോടും. അല്ല ഇനിയാ അത് വേണ്ട, വേണ്ട, വേണ്ട. അനുഗ്രഹം ചോദിക്കുകയാണ്. അനുഗ്രഹിക്കുക. എന്നാ എന്റെയും കൂടെ വേണ്ടേ? സാരേ ഗമ പധനി സ സാനി ദപ മഗരി സ സാരേ ഗമ പധനി സ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല വായിസ്. ആ, ആന്തോളനൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ശരിയാ, ആന്തോളനം നല്ല കറക്റ്റ്. ആണാണ്. മുഖസ്തുതി പറയാണ് തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ ഞാൻ ഒരു സത്യം പറയാം. കുറച്ചുകൂടെ കഴിയുമ്പോണ്ടല്ലേ ഈ കൊച്ചു പാടി പാടി അങ്ങ് ടോപ്പിലെത്തും. ആ. ചിത്ര, ലതാ മങ്കേഷ്കറും പിന്നെ സുജാതയൊക്കെ ചൊറുകുത്തി വീട്ടിലിരിക്കേണ്ടി വരും. മോള് ആബേരി രാഗത്തില് മായാ മാളവ ഗൗള രാഗത്തിലൊരു രാഗം എടുത്തു വിട്ടായി മാമാര് കേക്കട്ട്. പാട്. ആഹാ. കേറട്ടെ, കേറട്ടെ. കണ്ടോ, കണ്ടോ, ഹൈ പിച്ച് കയറുന്നത് കേട്ട് പിന്നെ കേട്ടോ. പിന്നെ കേറട്ടെ. ഹൈ പിച്ചിലോട്ട് പോട്ടെ, ഒട്ടും താഴോട്ട് പോവല്ലേ. അതുപോലെ തന്നെ ആ ഒരു ബ്രഹ, ആ ഒരു ക്ലാരിറ്റി, പിന്നെ അതിന്റെ ഒരു പ്രൊജക്ഷൻ അല്ലേ, എല്ലാം ഭയങ്കരമായിരിക്കുന്നു കേട്ടാ. കേറട്ടെ, കേറട്ടെ. ആ, കേട്ടോ സുധാര, നമ്മുടെ ഓണാഘോഷ പരിപാടികളുടെ പിരിവൊക്കെ തുടങ്ങി. കൂട്ടത്തെ നമ്മുടെ തങ്കപ്പനെ. ആ പേര് മാത്രം മിണ്ടിപ്പോയത്. സത്യവാൻ. അവന്റെ വർത്തമാനം കേട്ടാ കൈയില്ലാത്തവർ പോലും കൈ കടം വെച്ചവനെ തല്ലിയിട്ടുണ്ടാവും. ആ വിവരം കേട്ടവനെ കണ്ടപ്പോഴേ ഇവളൊരു പാട്ട് പാടി കേൾപ്പിച്ചു. ഇവക്ക് രാഗമില്ലെന്ന്, സ്വരസ്ഥാനവും ശരിയല്ലെന്ന്. കണ്ടാ സംഗീതത്തെ കുറിച്ച് ആ എരപ്പയ്ക്ക് എന്തറിയാം? അത് ശരിയാ. സ്നേഹലേത മാള അരവിന്ദ രാഗം. മാളാരവിന്ദനല്ല, മായാ മാളവ ഗൗളം. ഓ, അത് ശരി. മോൾ അങ്കിൾമാർക്കൊന്ന് പാടിക്കൊടു. അല്ല ഇനി അതിപ്പോ വേണ്ട സുധാര, കൊച്ചിനെ കൊണ്ട് വീണ്ടും പാടിക്കണ്ട. നല്ല ശുദ്ധ സംഗീതമല്ലയോ ആ കണ്ടത്തിൽ നിന്നും വരുന്നത്. നിങ്ങൾക്ക് വിവരമുണ്ട്, പാട്ട് ആസ്വദിക്കാൻ അറിയാം. സംഗീതം എന്താ, അങ്ങാടിയിലെ പച്ചമരുന്ന് എന്താന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവന്റെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട. പോട്ട സുധാര, അവൻ നമുക്കൊരു സത്യവാൻ അതിന്റെ സ്വീകരണം സത്യം പറയുന്നവർക്കേ കൊടുക്കാവൂ. അവൻ പറയുന്നത് സത്യമൊന്നുമല്ല, തോന്നിവാസ, ശുദ്ധ തോന്നിവാസം. അതിന് കൊടുക്കേണ്ടത് ചേട്ടൻ കൈയോടെ കൊടുത്തു കഴിഞ്ഞു. വിറകൂലി എന്നിട്ട് കൊള്ളിയായ കൊള്ളിയാവും. അല്ല സുധാര, ചാക്കോ സാറിന് ചുമ്മാതിരി. അവന്റെ കാര്യത്തിന് 5 പൈസ ഞാൻ തരില്ല. നീ ഇങ്ങോട്ട് കയറിയേ.
തങ്കപ്പന്റെ ഒരു കാര്യം തങ്കപ്പന് നല്ല ഇമേജാ കേട്ടോ നല്ല ഇമേജാ